ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്തി ജ്യൂസസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയിരിക്കുന്നത് റമദാൻ മാസത്തില് വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ജ്യൂസുകൾ എല്ലാ ദിവസവും നോമ്പ് തുറ സമയത്ത് ഉണ്ടാക്കാം എന്നുള്ളതിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ 30 ദിവസം ഫ്രഷ് ജ്യൂസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. കാണാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇൻസ്റ്റാഗ്രാമില് വൈകുന്നേരം നോമ്പ് തുറയുടെ സമയം ഇവിടുത്തെ ദുബായ് സമയം ആവുന്ന സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് കണ്ടിട്ട് ഒരുപാട് പേര് ഉണ്ടാക്കി എന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, എന്തെങ്കിലും ഹെവി ആൻഡ് ജങ്ക് ആയിട്ടുള്ള രീതിയിൽ കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് നമ്മൾ ആ ഫാസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഗട്ട് ഹെൽത്തും നമ്മുടെ ആ ഒരു ഇമ്മ്യൂണിറ്റിയും എല്ലാം ഒന്ന് കൺസിഡർ ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയാ, ആ ഒരു ബ്ലോട്ടിംഗ് ആയിട്ടുള്ള ഫീലിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്യാസി ആയിട്ടുള്ള ഫീലിംഗ്, നെഞ്ചരിച്ചില് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് അതെല്ലാം. സോ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പോ ഇപ്പോ ഈ ഒരു 4 ജ്യൂസ് അടുപ്പിച്ചായ സമയത്ത് ഞാൻ വിചാരിച്ചു ഒരുപാട് പേര് നിങ്ങൾ ആരും തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നില്ല. അപ്പോ ഇങ്ങനെയുള്ള ഹെൽത്തി ജ്യൂസസ് നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളത്, അപ്പൊ യൂട്യൂബിലും കൂടി അത് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് 4 ജ്യൂസുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുകളാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ ഞാൻ അവിടെ പിന്നെ റീൽസ് ആയതുകൊണ്ട് ഞാൻ മ്യൂസിക് ആണ് ഇടുന്നത്. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ പറയാം എന്ന് വിചാരിച്ചിട്ടാണ് മുന്നോട്ടേക്ക് ഈ ഒരു 4 ദിവസം ജ്യൂസ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഭയങ്കര ചൂടാണ് നാട്ടില് എന്ന് അറിഞ്ഞു. അപ്പോ ഈ ഒരു ജ്യൂസുകളൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സഹായമായിരിക്കും. അപ്പോ ഇനിയും ജ്യൂസുകൾ ഒരുപാട് വരാനുണ്ട്. ഞാൻ ഇതുപോലെ 4 വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുകൾ ഞാൻ ഇടാം. നല്ല ആ ചൂടിന് പറ്റിയ മാതിരിയുള്ള, നിങ്ങൾക്ക് റിഫ്രഷിംഗ് തരാൻ പറ്റിയ മാതിരിയുള്ള ജ്യൂസുകളൊക്കെ ഞാൻ ഇടാൻ നോക്കാം. സ്റ്റേ വെരി വെരി ഹൈഡ്രേറ്റഡ്. അത് ഹൈഡ്രേഷൻ വന്നിട്ട് നമ്മുടെ ഫേസ്, നമ്മുടെ സ്കിൻ കെയറിൽ മാത്രമല്ല ഉള്ളിൽ നിന്നും നമുക്ക് നമ്മുടെ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നല്ല നല്ല ജ്യൂസുകൾ, ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുകൾ കഴിക്കാൻ നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും. എന്താ പറയാ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഷുഗറോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. നാച്ചുറൽ ആയിട്ട് ആ ജ്യൂസിന്റെ ആ മധുരത്തിൽ തന്നെയാണ് ഇതിൽ കുടിക്കാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോ വരൂ നമുക്ക് കാണാം 4 വ്യത്യാസമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുകൾ. ഓക്കെ, വരൂ. അപ്പോൾ ആദ്യത്തെ ജ്യൂസ് ദ ഓറഞ്ച് സൺഷൈൻ എന്ന് അറിയപ്പെടുന്ന ഈ ഒരു ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഓറഞ്ച്, ആപ്പിള്, ക്യാരറ്റ് ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ എനർജറ്റിക് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നിക്കുന്നുണ്ട്, ആ ലോ എനർജി തോന്നിക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതേമാതിരി തന്നെ കുട്ടികൾ പഠിക്കുകയാണ്, ലേറ്റ് നൈറ്റൊക്കെ ഇരുന്ന് പഠിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലുള്ള ജ്യൂസുകൾ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കൂ. ഈ ഒരു ജ്യൂസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് കീപ്സ് യുവർ മൈൻഡ് ഫ്രഷ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്രഷ് ആവും മൈൻഡ്. സോ ക്യാരറ്റ്, ആപ്പിൾ, ഓറഞ്ച് എല്ലാം കൂടി ജ്യൂസറിലിടുന്നു, നമ്മൾ അടിക്കുന്നു. എൻ്റെ ജ്യൂസർ ഞാൻ അങ്ങനെ അമർത്തി വെക്കുന്നതാണ്. അത് കൂടെ സ്ക്വീസ് ആവുന്നു, എല്ലാം കൂടി മിക്സ് ചെയ്യുന്നു, ഐസ് ഇട്ടിട്ട് സെർവ് ചെയ്യുന്നു. ഇതല്ലാതെ ഇതിൽ ഒരു പഞ്ചസാര ഇട്, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഇട്, ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഈവൻ തേന് പോലും ഒഴിക്കാതെയാണ് നമ്മൾ കഴിക്കുന്നത്. സോ ദ ഫസ്റ്റ് ജ്യൂസ് ഈസ് ദിസ് ബ്യൂട്ടിഫുൾ സൺഷൈൻ ജ്യൂസ്. ഇനി വരുന്നതാണ് രണ്ടാമത്തെ ജ്യൂസ്, നമ്മുടെ സ്വന്തം തണ്ണിമത്തൻ കുലുക്കി സർബത്ത്. ഓക്കെ, ഞാൻ സോഡയോ ഒന്നും തന്നെ പഞ്ചസാര പോലും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് തണ്ണിമത്തൻ കുലുക്കി സർബത്ത് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കാണാം. ആദ്യം തന്നെ നമ്മുടെ ഫലൂഡയുടെ സബ്ജ സീഡ്സ് കുതിർത്ത് വെക്കാൻ മറക്കണ്ട. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് തണ്ണിമത്തൻ, അതേമാതിരി തന്നെ ഇഞ്ചി, നാരങ്ങ, പച്ചമുളക്, പുതിനയില ഇതെല്ലാം കൂടിയിട്ട് ഞാൻ മിക്സറിലിട്ടിട്ട് ഇഞ്ചിയും പച്ചമുളകും പുതിനയിലയും വാട്ടർമെലനും അതേമാതിരി നാരങ്ങയും കൂടിയിട്ട് നല്ല പോലെ പിഴിഞ്ഞ്
അടിക്കുക. അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് അരിക്കുക. അരിച്ചിട്ട് നിങ്ങൾക്ക് കുലുക്കി സർബത്ത് ഉണ്ടാക്കാനുള്ള ആ ഒരു ഇതിലേക്ക് കുറച്ച് ആ ഒരു ഫലൂഡയുടെ സബ്ജ സീഡും ഐസും കൂടിയിട്ടിട്ട് അരിച്ചു വെച്ച നമ്മുടെ ജ്യൂസും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ അങ്ങോട്ട് കുലുക്കുക. ഓക്കെ, എന്നിട്ട് ഒന്ന് സെർവ് ചെയ്ത് നോക്കൂ. റിഫ്രഷിംഗ് ആയിരിക്കും, റിഫ്രഷിങ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോമ്പ് തുറക്കാണ് ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സന്തോഷം. അതല്ലാത്ത പക്ഷവും നിങ്ങൾക്ക് ഈ നാട്ടിലുള്ള ചൂടിന് ഇങ്ങനെയുള്ള പാനീയം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഞാനും സൂസനും ഒരുമിച്ച് വന്നിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു ഈവനിങ് സെഷനാണ് ഈ ജ്യൂസ് സെഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേറൊരു ജ്യൂസാണ്. വേറൊരു ജ്യൂസിൽ ഇന്ന് നമ്മൾ കാണുന്നത് ബാദാം പിസിൻ ഇല്ലെങ്കിൽ ബാദാം ഗം എന്നറിയപ്പെടുന്ന ആ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാദാം പിസിൻ ആൽമണ്ട് ഗം എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ. അത് ഇതുപോലെ എടുത്തിട്ട് ഒരു 8 മണിക്കൂറോളം അത് വെള്ളത്തിൽ കുതിർന്ന് വെക്കണം. എന്നിട്ട് നമ്മൾക്കതിൽ വേണ്ട സംഭവങ്ങൾ മാതളം, ക്യാരറ്റ്, ഈ ബാദാം പിസിൻ ഇതാണ് വേണ്ടത്. അപ്പം മാതളവും ക്യാരറ്റും കൂടിയിട്ട് ഞാൻ ജ്യൂസറിലിട്ടിട്ട് അതിനെ നല്ല പോലെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം. എന്നിട്ട് നമ്മൾ അരിക്കണം. ഇൻ കേസ് എന്തെങ്കിലും മാതളത്തിൻ്റെ കുരുവോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ്. നല്ല പോലെ ഐസ് ഇടുന്നു. എന്നിട്ട് ആ കുതിർന്ന ബാദാം പിസിൻ ഇതുപോലെ ആയിരിക്കും, അതും കൂടി ഇടണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജ്യൂസ് വലിച്ചു കുടിക്കുന്നതിനെക്കാട്ടിലും സ്പൂണിൽ കഴിക്കുകയാണ് ചെയ്യുക. അത്രയും ടേസ്റ്റാണ് ഈ ബാദാം പിസിൻ അതിൽ പോയിട്ട് കലരുന്ന സമയത്ത്. ശരിക്കും ചവച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ തണുപ്പ് എവിടെ തട്ടുന്നറിയോ. ഓരോ ജ്യൂസ് കഴിക്കുമ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ശരിക്കും നമ്മുടെ ബോഡി നമ്മളെ താങ്ക് ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ജ്യൂസ് നിങ്ങളുടെ മുമ്പിൽ ഇതാ, ദ ഫ്രഷ്നെസ് ഓവർലോഡഡ് സൂപ്പർബായിട്ടുള്ള മാജിക്കൽ ഡ്രിങ്ക് എന്ന് ഞാൻ വിളിക്കുന്ന ഗ്രീൻ ജ്യൂസ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് അങ്ങേയറ്റം നിങ്ങളുടെ ഗട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യും. നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ ബേബി സ്പിനാച്ച്, ഗ്രീൻ ആപ്പിൾ, സെലറി, ക്യൂക്കംബേഴ്സ് ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് ജ്യൂസറിലിടുന്നു. എന്നിട്ട് ജ്യൂസറിൽ നല്ല പോലെ അതിനെ അരിച്ചങ്ങോട്ട് എടുക്കുന്നു. എന്തിനു കൊള്ളും ഈ എന്താണ് പറയുക പാലക്കൊക്കെ ഇട്ടാൽ എന്ന് വിചാരിക്കേണ്ട, ഒന്നും അറിയും പോലുമില്ല. പിന്നെ ഏറ്റവും ഹിറ്റായിട്ടുള്ള ജ്യൂസാണ് എൻ്റെ വീട്ടിലിത്. അതായത് ഞങ്ങൾക്ക് ഏകദേശം ഒരാൾക്ക് 2 ഗ്ലാസ് വെച്ച് കുടിച്ചാലും ഞങ്ങൾക്ക് മതിയാവില്ല. അത് എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതാണ്. ഇൻഫാക്റ്റ് ഞാൻ ഏകദേശം എല്ലാ ദിവസവും കഴിക്കാൻ നോക്കാറുണ്ട്. ഇതിൽ കുറച്ച് ബ്ലാക്ക് സോൾട്ടും കൂടി, ഹിമാലയൻ പിങ്ക് സോൾട്ടും കൂടി ഇട്ടിട്ട് ഞാൻ ഈ സെർവ് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മുടെ ഫലൂഡയുടെ സബ്ജ സീഡും കൂടി ഇട്ട് ഞാൻ സെർവ് ചെയ്തിരിക്കുകയാണ്. സൂപ്പർബായിട്ടുള്ള ജ്യൂസാണ് റെഡി ആയിരിക്കണത്. Bang on. If you want to give something good for your gut, try this. The touch of celery, the freshness of cucumber, apple, green apples and spinach. It's so refreshing, so cooling. I've almost finished. Please do give it a try. Meet you tomorrow. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് 4 വ്യത്യാസമായിട്ടുള്ള ജ്യൂസുകളാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ഒരുപാട് ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുകൾ ഇനിയും വരാനിരിക്കുന്നു. ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ജ്യൂസുകൾ ഞാൻ ഓരോ പ്രാവശ്യമായിട്ട് 4 വെച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് care and bye-bye.